ഹലോ ഡിയേഴ്സ്. അപ്പോൾ ICDSൻ്റെ 10th ലെവൽ എക്സാമിൽ നമ്മുടെ ഇന്ത്യ എന്നുള്ള ഭാഗത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഇന്ത്യനെ പറ്റിയിട്ടുള്ള പൊതുവിവരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക എല്ലാവർക്കും അറിയുന്നതാവും. ദേശീയ പതാകയുടെ നിറം മുകൾ ഭാഗത്ത് കുങ്കുമവർണ്ണം, നടുവിൽ വെള്ള, കീഴ്ഭാഗത്ത് കടും പച്ച നിറമാണ്. ഇനി ദേശീയ പതാക നിർമ്മിക്കാനായിട്ട് നമ്മൾ ഏത് തുണിയാണ് ഉപയോഗിക്കുന്നത്? ഖാദിയാണ് അല്ലേ. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല, അങ്ങനെയും എല്ലാവർക്കും അത് നിർമ്മിക്കാനാവില്ല. അതിന് അംഗീകൃതമായിട്ടുള്ള ഒരു പതാക നിർമ്മാണശാലയാണുള്ളത്. അത് ഹുഗ്ലിയിലാണ്. ഇനി ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെയാണ് കാണിക്കുന്നത്? ധീരതേനെയും ത്യാഗത്തിനെയും കാണിക്കുന്നതാണ് കുങ്കുമ നിറം. അടുത്തത് വെള്ളനിറം. വെള്ളനിറം സത്യത്തിനെയും സമാധാനത്തിനെയും ഡിനോട്ട് ചെയ്യുന്നു. പച്ചനിറം എന്തിനെയാണ്? സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയാണ് കാണിക്കുന്നത്. ഇനി ദേശീയ പതാകയുടെ മധ്യഭാഗത്ത് നാവിക നീല നിറം, അതായത് നേവി ബ്ലൂ നിറത്തിൽ അശോക ചക്രമുണ്ട് എന്നറിയാം. അതിൽ 24 അരക്കാലുകളുണ്ട് നമുക്കറിയാം. ഈ 24 അരക്കാലുകൾ എന്തിനാണ് കാണിക്കുന്നത്? ധർമ്മത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പതാകയുടെ നീളവും വീതിയും എത്രയാണ്? 3:2 അനുപാതത്തിലാണ് അതിൻ്റെ നീളവും വീതിയും ഉള്ളത്. 24 അരക്കാലുകളാണ് അശോക ചക്രത്തിനുള്ളത് എന്ന് പറഞ്ഞു. ഇനി അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഏതിൽ നിന്നാണ്? നമ്മുടെ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ദേശീയ പതാകേനെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22 ദേശീയ പതാകേനെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അടുത്തത് നമ്മുടെ ദേശീയ പതാകയുടെ കരട് രൂപം തയ്യാറാക്കിയത് പിംഗലി വെങ്കയ്യാണ്. അദ്ദേഹം ആന്ധ്ര സ്വദേശിയാണ്. ആരായിരുന്നു? പിംഗലി വെങ്കയ്യ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണ്? മാഡം ബിക്കാജി കാമ. അപ്പോൾ കരട് രൂപം തയ്യാറാക്കിയത് പിംഗലി വെങ്കയ്യ. ആദ്യമായിട്ട് പതാക ഉയർത്തിയത് മാഡം ബിക്കാജി കാമയാണ്. ഇനി ദേശീയ പതാകയെ പറ്റിയിട്ടുള്ള പഠനമാണ് വെക്സിലോളജി. എന്താണ് വെക്സിലോളജി? അശോക ചക്രത്തിൽ 24 അരക്കാലുകൾ കാണാം എന്ന് പറഞ്ഞു. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ധർമ്മത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ പുതിയ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? 2002 ജനുവരി 26 പുതിയ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. ഇനി ദേശീയ പതാകയുടെ ഏറ്റവും ചെറിയ അനുപാതം എത്രയാണ്? 15:10 സെൻറ്റിമീറ്ററും ഏറ്റവും വലുത് 6.3:4.2 മീറ്ററാണ് കേട്ടോ. അടുത്തത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാക എവിടെയായിരുന്നു? ഡെൻമാർക്കിലെയാണ് ഏറ്റവും പഴക്കമുള്ളത്. ബ്രിട്ടന്റെ ദേശീയ പതാക അറിയപ്പെടുന്നത് യൂണിയൻ ജാക്ക് എന്നാണ്. ബ്രിട്ടൻ്റേത് യൂണിയൻ ജാക്ക്. ഡെൻമാർക്കിൽ എന്താ പറഞ്ഞാൽ ഏറ്റവും പഴക്കമുള്ളത്. ഓക്കെ, നമ്മുടെ ദേശീയ പതാക നിർമ്മാണശാല, ഒരേ ഒരു അംഗീകൃത പതാക നിർമ്മാണശാല ഏതായിരുന്നു എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഹുഗ്ലി. ഓക്കെ, പതാകനെ പറ്റിയുള്ള പഠനം ഏതായിരുന്നു? വെക്സിലോളജി. പിന്നെന്താണ്? കുങ്കുമ നിറം എന്തിനെയാണ് കാണിക്കുന്നത്? ധീരത, ത്യാഗം. പിന്നെ പതാകയുടെ നീളവും വീതിയും എത്രയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? 3:2 ആണ്. ഓക്കെ, ഇനി ബ്രിട്ടന്റെ ദേശീയ പതാക അറിയപ്പെടുന്നത് യൂണിയൻ ജാക്ക്. ഓക്കെ, അപ്പോൾ അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് നോക്കാം, ദേശീയ ചിഹ്നം. ഇന്ത്യ ഗവൺമെൻറ് ദേശീയ മുദ്ര അംഗീകരിച്ചത് എന്നായിരുന്നു? 1950 ജനുവരി 26. ഓർക്കാൻ എളുപ്പമുണ്ട് അല്ലേ, ജനുവരി 26 എന്ന് പറയുമ്പോൾ. ഇനി ദേശീയ മുദ്ര ഏതിൽ നിന്നാണ് എടുത്തത്? അതും സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് തന്നെ. അശോക ചക്രവും എടുത്തതും ദേശീയ മുദ്ര എടുത്തതും എവിടെ നിന്നാണ്? സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ദേശീയ മുദ്രയുടെ ചുവട്ടിലുള്ള സത്യമേവ ജയതേ എന്നുള്ള വാക്യം ഏതിൽ നിന്ന് എടുത്തതാണ്? മുണ്ടകോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എടുത്തിട്ടുള്ളത്. ഇനി സത്യമേവ ജയതേ ഏത് ലിപിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദേവനാഗരി ലിപിയിലാണ് സത്യമേവ ജയതേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? സിംഹം, കാള, കുതിര, ആന, ഇതൊക്കെ ദേശീയ മുദ്രയിൽ കാണപ്പെടുന്നുണ്ട് അല്ലേ. ഇനി ദേശീയ ഗാനത്തിനെ പറ്റി നോക്കാം. നമ്മുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ്. അത് എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതിൻ്റെ ആലപിക്കാൻ എത്ര സമയം എടുക്കും? 52 സെക്കൻഡാണ് എടുക്കുന്നത്. അതും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ദേശീയ ഗാനം അംഗീകരിച്ച ദിവസം ഏതാണ്? 1950 ജനുവരി 24 ദേശീയ ഗാനം അംഗീകരിച്ചത്.
ഇനി 1911 ഡിസംബർ 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. ഓക്കെ, കോൺഗ്രസ് സമ്മേളനത്തിൽ 1911 ഡിസംബർ 27 കൽക്കട്ടയിൽ. നെക്സ്റ്റ്, ജനഗണമന ഏത് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അദ്ദേഹം ബംഗാളി ഭാഷയിലാണ് അത് രചിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ഭാരത് വിധാത എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര്. അതായത് നമ്മുടെ ദേശീയഗാനം ജനഗണമനയുടെ ആദ്യത്തെ പേരെന്തായിരുന്നു? ഭാരത് വിധാത എന്നായിരുന്നു. ഇനി ദേശീയ ഗാനങ്ങളെ പറ്റിയിട്ടുള്ള പഠനമാണ് ആന്തമറ്റോളജി. എന്തായിരുന്നു? ആന്തമറ്റോളജി. എന്തിനെ പറ്റിയിട്ടുള്ള പഠനമാണ്? ദേശീയ ഗാനങ്ങളെ പറ്റിയിട്ടുള്ള പഠനം. ഇനി ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയതാരായിരുന്നു? ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂർ ആണ് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയിട്ടുള്ളത്. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ശങ്കരാഭരണമാണ്. ഇനി ജനഗണമന ഇംഗ്ലീഷിലേക്ക് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ വിവർത്തനം ചെയ്തതും നമ്മുടെ ടാഗോർ തന്നെയാണ്. ഇനി ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചതും ആരാണ്? ടാഗോർ തന്നെയാണ്. ഓക്കെ, ബംഗ്ലാദേശിന്റെ ദേശീയഗാനം രചിച്ച വ്യക്തി എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ പഠിച്ചു. അപ്പോൾ ബംഗ്ലാദേശിന്റെ ദേശീയഗാനം പറയുന്നത് അമർ സോന ബംഗ്ല എന്നാണ്. ഇനി അടുത്തത് ദേശീയ ഗീതം. നമ്മുടെ ദേശീയ ഗീതം വന്ദേമാതരം. ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേമാതരം. ഇനി വന്ദേമാതരം എഴുതിയതാരായിരുന്നു? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി കവിയായിരുന്നു അദ്ദേഹം. ഇനി സംസ്കൃത കൃതിയിൽ നിന്നാണ് അത് അനന്തമഠം എന്ന സംസ്കൃത കൃതിയിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളത്. ദേശീയ ഗീതം ആദ്യമായിട്ട് പാടിയതും ഒരു കൊൽക്കത്ത കോൺഗ്രസിലാണ്. 1896 വന്ദേമാതരത്തിന് സംഗീതം നൽകിയതാരായിരുന്നു? പണ്ഡിറ്റ് രവിശങ്കർ ആണ് അതിന് സംഗീതം നൽകിയത്. വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചതാരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് അരബിന്ദോ ഘോഷാണ് വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത്. ഇനി 1950 ജനുവരി 24 വന്ദേമാതരത്തിനെ നമ്മുടെ ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം എഴുതിയത് ആരാണെന്നാണ് ചോദ്യം. മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാം സെ അച്ഛ എന്നുള്ള ഗാനം എഴുതിയത്. വന്ദേമാതരം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? സംസ്കൃതമാണ്. ദേശീയ കലണ്ടർ ശകവർഷം ആരംഭിച്ചതെന്നാണ്? AD 78. ദേശീയ കലണ്ടറിൻ്റെ ആദ്യത്തെയും അവസാനത്തെയുമായ മാസങ്ങൾ എന്താണ്? ചൈത്രം പിന്നെ ഫാൽഗുനം. ദേശീയ കലണ്ടറിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും മാസങ്ങളാണ് ചൈത്രം പിന്നെ ഫാൽഗുനം. ദേശീയ കലണ്ടർ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചത് എന്നായിരുന്നു? 1957 മാർച്ച് 22. 1964 മയിലിനെ ദേശീയ പക്ഷിയായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചത്. ഇനി മയിലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് നോക്കാം. പാവോ ക്രിസ്റ്റേസ്റ്റസ് എന്നാണ് മയിലിൻ്റെ ശാസ്ത്രീയ നാമം. ഇനി നമ്മുടെ ദേശീയ പുഷ്പം ഏതായിരുന്നു? താമര. അതിൻ്റെ ശാസ്ത്രീയ നാമം നോക്കാം. നിലംബിയം സ്പീഷിയോസം. എന്തായിരുന്നു? നിലംബിയം സ്പീഷിയോസം എന്നാണ് താമരയുടെ ശാസ്ത്രീയ നാമം. അടുത്തത് ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണെന്ന് നമുക്കറിയാം. 1972 തൊട്ടാണ് കടുവ ദേശീയ മൃഗമായിട്ട് മാറിയത്. അതിനു മുമ്പ് സിംഹത്തിനായിരുന്നു നമ്മൾ ദേശീയ മൃഗമായിട്ട് കണക്കാക്കിയിരുന്നത്. കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തറ ടൈഗ്രിസ് ആണ്. അപ്പോൾ നമ്മൾ 3 നോക്കി ഇന്ന്. മയിലിൻ്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റേസ്റ്റസും, താമരയുടെ ശാസ്ത്രീയ നാമം നിലംബിയം സ്പീഷിയോസം, കടുവയുടെ പാന്തറ ടൈഗ്രിസ്. അത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമ്മുടെ ദേശീയ വൃക്ഷമാണ് ഏത്? ആൽമരം. ആൽമരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഫൈക്കസ് ബംഗാളൻസിസ്. ഓക്കെ, ഫൈക്കസ് ബംഗാളൻസിസ് ആണ് ആൽമരത്തിൻ്റെ ശാസ്ത്രീയ നാമം. ഇനി അടുത്തത് നമ്മുടെ ദേശീയ ഫലം ഏതായിരുന്നു? മാങ്ങയാണ് അല്ലേ. മാങ്ങയുടെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. മാങ്ങയുടെ ശാസ്ത്രീയ നാമം മാഞ്ചിഫെറ ഇൻഡിക്ക. ഇനി തരാന ഇ ഹിന്ദ് എന്ന കവിതയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത്
ഉറുദു ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. നമ്മുടെ ദേശീയ മത്സ്യം അയക്കൂറയാണ്. കിങ് മാക്കറൽ അയക്കൂറയാണ് നമ്മുടെ ദേശീയ മത്സ്യം. ദേശീയ ജലജീവി ഏതാണ്? ഗംഗ ഡോൾഫിനാണ് ദേശീയ ജലജീവി. ദേശീയ പൈതൃക മൃഗം ആയിട്ട് ആരെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ദേശീയ പൈതൃക മൃഗമാണ് ആന. നമ്മുടെ ദേശീയ നദി, ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാ നദി. യേശുക്രിസ്തു ജനിച്ച വർഷം എന്നായിരുന്നു? AD 1 ആണ്. അപ്പോൾ അതും അടിസ്ഥാനമാക്കിയിട്ടുണ്ടാക്കിയിട്ടുള്ള കലണ്ടറാണ് ഗ്രിഗോറിയൻ കലണ്ടർ. യേശുക്രിസ്തു ജനിച്ച വർഷം AD 1 അടിസ്ഥാനമാക്കിയിട്ടുള്ള കലണ്ടറാണ് ഇത്, ഗ്രിഗോറിയൻ കലണ്ടർ. ഇനി അതിവർഷം എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച കലണ്ടറും ഏതായിരുന്നു? ജൂലിയൻ കലണ്ടറാണ്. ഇനി മലയാളം കലണ്ടറായ കൊല്ലവർഷം ആരംഭിച്ചത് AD 825 തൊട്ടാണ്. ഓക്കെ. ഇസ്ലാം മതത്തിൻ്റെ ഔദ്യോഗിക കലണ്ടർ ഏതായിരുന്നു? ഹിജ്റ. ഓക്കെ. ഹിജ്റ വർഷം ആരംഭിക്കുന്നത് AD 622. അതായത് മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത വർഷം തൊട്ടാണ് ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. ഏതായിരുന്നു? AD 622 മുതലാണ് അത് ആരംഭിക്കുന്നത്.